ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ പോസ്റ്റ് ചെയ്ത നിഫ്റ്റി അനാലിസിസ് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു. S&P 500 ആണ് വേൾഡിൻ്റെ മദർ ഇൻഡെക്സ്. മദർ ഇൻഡെക്സിൽ ചേഞ്ച് വന്നാൽ മാത്രമേ നിഫ്റ്റിയിൽ ചേഞ്ച് വരുള്ളൂ. ഇത് S&P 500ൻ്റെ ചാർട്ടാണിത്. ചാർട്ട് പോയി പോക്ക് നോക്ക്. താഴെ വന്നു ഒന്ന് കയറാൻ നോക്കി, വീണ്ടും ഒരു ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുന്നുള്ളൊരു പ്ലസ് ആണ്. ബ്രേക്കൗട്ട് കൊടുത്തു, ബ്രേക്കറ്റ് ഫെയറായി വീണ്ടും തിരിച്ചു വന്നു, വീണ്ടും എന്താ പറയണ്ടത്, ഒരു ഡബിൾ ബോട്ടം സപ്പോർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ശരിക്കും ഇതാണ് അവസ്ഥ. സോ രണ്ട് ട്രെൻഡ് ചേഞ്ചാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒന്ന്, ഈ ലെവലിൽ ക്യാൻഡിൽ ക്രോസ് ചെയ്യണം. അതിനുശേഷം ക്യാൻഡിൽ ഇത് ക്രോസ് ചെയ്യണം. ശരിക്കും സ്ട്രോങ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യണം, വിത്ത് വോളിയം ക്ലോസ് ചെയ്യണം. എങ്കിൽ മാത്രമേ അതിൻ്റെ അകത്ത് കാര്യമുള്ളൂ ശരിക്കും. പക്ഷേ കഴിഞ്ഞ 4 ദിവസത്തെ ക്യാൻഡിൽ വർക്ക് S&P 500 ചെക്ക് ചെയ്ത് നോക്കി നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. സ്ട്രോങ് സെല്ലിംഗ് ആണ് നടക്കുന്നത്. വോളിയം നോക്കൂ, സൂപ്പർ വോളിയമാണ് സ്ട്രോങ് സെല്ലിങ്ങിൽ. ബേസിക്കലി നമുക്കറിയാം എന്തുകൊണ്ട് മാർക്കറ്റ് ഇത്രയും താഴെ പോയി. ഞാൻ കഴിഞ്ഞ എൻ്റെ നിഫ്റ്റി അനാലിസിസ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, മാർച്ച് 22-ാം തീയതിയിലെ ഫെഡിൻ്റെ ഡിസിഷനാണ് ഇൻട്രസ്റ്റ് കൂട്ടുക എന്നുള്ള ഒരു ഡിസിഷനിലേക്ക് ഫെഡ് വരുവാണെങ്കിൽ അതിന് മുമ്പുള്ള തയ്യാറെടുപ്പാണ് ഈ ബെയറിഷ് മാർക്കറ്റെല്ലാം നമ്മൾ കാണുന്നത് ശരിക്കും. സോ മാർക്കറ്റ് കണ്ടീഷൻ വളരെ വോളറ്റൈലാണ്, എക്സ്ട്രീംലി ബെയറിഷാണ്. നാച്ചുറലി ഇത് നിഫ്റ്റിയിൽ റിഫ്ലക്റ്റ് ചെയ്യണമല്ലോ. ഇനി നമുക്ക് നിഫ്റ്റിയുടെ ചാർട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. നിഫ്റ്റിയുടെ ചാർട്ടാണ് നിങ്ങളുടെ മുമ്പിലുള്ളത്. സോ തൽക്കാലം ഞാൻ വോളിയം ഓഫ് ചെയ്യാം. എന്താ നിഫ്റ്റിയിൽ സംഭവിക്കുന്നത് ശരിക്കും? നിഫ്റ്റി വീണ്ടും ഒരു ഹൈ കൊടുത്തിട്ട് തിരിച്ച് ലോവർ ഹൈ ക്രിയേഷനാണ് നടക്കുന്നത്. ലോവർ ഹൈ ക്രിയേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും. നിഫ്റ്റി ഒരു ഡബിൾ ബോട്ടം സപ്പോർട്ടിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇന്നത്തെ ക്യാൻഡിൽ, ദാറ്റ് മീൻസ് 10-ാം തീയതിയിലെ ക്യാൻഡിൽ സത്യത്തിൽ ആ ഡബിൾ ബോട്ടം സപ്പോർട്ടിൽ ഒരു സപ്പോർട്ട് എടുത്താണ് നിൽക്കുന്നത്. വോളിയം ഉണ്ടോ നോക്കാം. വോളിയം ഉണ്ട് ശരിക്കും. ദാറ്റ്സ് ആൻ ഇഷ്യൂ. കാരണം ആൾക്കാർ വിൽക്കുന്നുണ്ട്. ദാറ്റ് മീൻസ് ഇങ്ങനത്തെ വോളിയം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുന്നത് FISനും DISനും മാത്രമാണ്. നമുക്കൊന്നും ഇങ്ങനത്തെ വോളിയം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. ദാറ്റ് മീൻസ് FISൻ്റെ സെല്ലിംഗ് സ്ട്രോങ് ആയിട്ട് നടക്കുന്നുള്ളതാണ് അത് കാണിക്കുന്നത്. നിഫ്റ്റിയുടെ ഒരു ഫിബ് എടുത്ത് നോക്കാം. എന്താണ് ഫിബിൻ്റെ സ്കോപ്പ് എന്നാണ് നമുക്കൊന്ന് എടുത്ത് നോക്കാം. തൽക്കാലം വോളിയം ഓഫ് ചെയ്യുവാണ്. സോ നമ്മൾ ഫിബ് നോക്കുകയാണെങ്കിൽ അടുത്ത സപ്പോർട്ട് ലെവലിൽ ഏകദേശം ഷോർട്ട് ടൈം നമുക്ക് കിട്ടും. സോ ഇതാണ് ഫിബ് അനാലിസിസ്. നോക്കാം. നേരത്തെ ഫിബ് നിൽക്കുകയല്ല, ഫിബിൽ നിന്നും താഴെ പോയി ശരിക്കും. 618 വൈറ്റ് ലൈനാണ്. 618 ഇന്നലെ 618, ദാറ്റ് മീൻസ് 9th 618 സപ്പോർട്ട് എടുത്ത് ഒന്ന് പോകാൻ നോക്കി. പക്ഷേ ഫെയിലിയറായിട്ടെന്ന് നേരെ താഴത്തേക്ക് വീണ്ടും വന്നു. ഡബിൾ ബോട്ടം സപ്പോർട്ട് സ്ട്രോങ് ആയിട്ട് കിടക്കുവാണ്. സോ ബേസിക്കലി നിഫ്റ്റി താഴെ പോകാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്ന് വേൾഡ് മാർക്കറ്റ് താഴെ പോകാനുള്ള വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ SVB ഫിനാൻഷ്യൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പുണ്ട് അമേരിക്കയിൽ. അവരാണ് ബേസിക്കലി സ്റ്റാർട്ടപ്സിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്നൊരു ഗ്രൂപ്പ്. സോ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയെക്കുറിച്ച് വലിയൊരു കൺസേൺ മാർക്കറ്റ് സ്പ്രെഡ് ചെയ്ത് സ്റ്റോക്ക് 60% കൊളാപ്സ് ആയിപ്പോയി. $80 ബില്യൺ ഇവിടുത്തെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് വൈപ്പ് ഔട്ടായെന്നാണ് പറയുന്ന ന്യൂസിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ശരിക്കും. സോ ഫിനാൻഷ്യൽ സെക്ടർ വർക്ക് ചെയ്യുന്ന സ്റ്റോക്ക് ആയതുകൊണ്ട് തന്നെ അക്രോസ് വേൾഡ് ഫിനാൻഷ്യൽ സെക്ടർ സ്റ്റോക്സിനെ സീരിയസ് ആയിട്ട് വായിച്ചിട്ടുണ്ട് ഈ ഒരു ഇഷ്യൂ ശരിക്കും. എന്നുള്ള ഫെഡിൻ്റെ മീറ്റിംഗ് ആണ്. ഫെഡ് 21-22-ാം തീയതി, ദാറ്റ് മീൻസ് അടുത്ത ആഴ്ച അറ്റ്ലീസ്റ്റ് 50 ബേസിസ് പോയിന്റ് ഇൻട്രസ്റ്റ് കൂട്ടുക എന്നുള്ളൊരു ഒരു ഗ്രേപ്പ് പോയിന്റ് ഇൻഫർമേഷനാണ് മാർക്കറ്റിൽ നടക്കുന്നത്. അറ്റ്ലീസ്റ്റ് 75 to 80% ഫിനാൻഷ്യൽ അനലിസ്റ്റുകളും ഇത് പ്രതീക്ഷിക്കുന്നുണ്ട് ശരിക്കും. നാച്ചുറലി ഇൻട്രസ്റ്റ് കൂടുക എന്ന് വെച്ചാൽ അത് സ്റ്റോക്ക് മാർക്കറ്റിന് എപ്പോഴും അഡ്വൈസ് ആയിട്ട് എഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. അറ്റ്ലീസ്റ്റ് ഫോർ ഷോർട്ട് ടൈം വോളറ്റിലിറ്റി നാച്ചുറലി നമുക്ക് എക്സ്പെക്ട് ചെയ്യാം ശരിക്കും. ഈ 0.5 കൂട്ടിയിട്ട് വീണ്ടും മാർക്കറ്റിൽ നിന്ന് സെറ്റിൽ ചെയ്യുവാണെങ്കിൽ പിന്നെ അവിടുന്ന് വീണ്ടും കയറാനുള്ള സാധ്യതയുണ്ട്. പ്രൊവൈഡഡ് S&P 500 നമ്മൾ കണ്ടല്ലോ, അതൊരു ഡബിൾ ബോട്ടം സപ്പോർട്ടിലേക്ക് വരുവാണ്. ആ സപ്പോർട്ടിൽ അത് എത്തുന്ന സമയത്തേക്കും ഫെഡിൻ്റെ ഒരു മീറ്റിംഗ് വന്ന് 0.5 കൂട്ടുവാണെങ്കിൽ അത് വലിയൊരു പ്രഷറാകാൻ സാധ്യതയുണ്ട്. ഇനി 0.5 കൂട്ടിയില്ലെങ്കിൽ അത് വലിയ സർപ്രൈസസ് മാർക്കറ്റിൽ ഉണ്ടാക്കാനുള്ള ചാൻസസും ഉണ്ട് ശരിക്കും. നമുക്ക് രണ്ടും നമ്മൾ ചിന്തിക്കണമല്ലോ. എനിവേ കറണ്ട് മാർക്കറ്റ് കണ്ടീഷൻ ഈസ് എക്സ്ട്രീംലി ബെയറിഷ് ആണ് ശരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ടോപ്പ് ബെയറിഷ് മാർക്കറ്റ് കണ്ടീഷനിൽ എപ്പോഴും വീക്ക്ലിയിൽ സ്റ്റോക്സുകൾ, നല്ല സ്റ്റോക്സ് കിട്ടാനായിട്ടുള്ള സാധ്യത ഉണ്ട് വീക്ക്ലി ടൈം ഫ്രെയിമിൽ. സോ നിങ്ങൾ വീക്ക്ലി ടൈം ഫ്രെയിമിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. ക്വാളിറ്റി സ്റ്റോക്സ് നോർമൽ കേസ് വീക്ക്ലി ടൈം ഫ്രെയിമിൽ ക്വാളിറ്റി സ്റ്റോക്സ് സപ്പോർട്ട് എടുത്തിട്ട് അവിടുന്ന് തിരിച്ചു കയറാനുള്ള സാധ്യതയും സാധാരണ കേസ് നമ്മൾ കണ്ടുവരുന്നുണ്ട്. സോ യു ഷുഡ് ബി ആ വീക്ക്ലി ടൈം ഫ്രെയിമിൽ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. ഇത് സെൽ ഓൺ റൈസ് എന്നുള്ള മാർക്കറ്റാണ് ശരിക്കും. സെൽ ഓൺ റൈസുള്ള മാർക്കറ്റിലാണ് നമ്മൾ വലിയ എന്താ പറയണ്ടേ 3-4 ദിവസം ബൈ കഴിഞ്ഞതിന് ശേഷം ഭയങ്കരമായിട്ടൊരു കറക്ഷൻ വരുന്നത് ശരിക്കും. ഈ സെൽ ഓൺ റൈസ് എന്നുള്ള ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് മാർക്കറ്റ് മാറണമെങ്കിൽ ശരിക്കും നമുക്ക് S&P 500 ഞാൻ നേരത്തെ കാണിച്ച ലെവലിലുള്ള
സ്ട്രോങ് ക്യാൻഡിൽ ഫോർമേഷൻ അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമേ വേൾഡ് മാർക്കറ്റിന് ആ വ്യത്യാസം വരത്തുള്ളൂ ശരിക്കും.